عندي خوش فصلة يا اخي تفوز والله خوش رقصوس عندي خوش فصلة يا اخي تفوز والله خوش رقص. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഡാൻസ് ഗൈസ്? ഞാൻ മൃദുലയും അമ്പും മാത്രമേ ഉള്ളൂ. അമ്മ എങ്ങ് തെമ്മളയിലോട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ദിവസം രാവിലെ വീട്ടു സാധനം വാങ്ങാൻ വേണ്ടി പോയിരിക്കുവായിരുന്നു. മാസ അവസാനം അല്ല മാസ തുടക്കം, ഡിസംബർ ക്രിസ്മസ് ഒക്കെ വരെയാണ്. പ്ലം കേക്ക് ഒക്കെ വാങ്ങിച്ചല്ലോ. ഇനി അങ്ങോട്ട് ആ ബൺ ബസ് കേക്ക് അങ്ങോട്ട് ഓടിക്കും കേട്ടോ. ഇനി നമ്മുടെ പ്ലം കേക്കിന്റെ വരവാണ് സുഹൃത്തുക്കളെ. മൃദുല പതുക്കെ കാര്യം പറഞ്ഞ അമ്പ് ഉറങ്ങുന്നുണ്ടല്ലേ? അമ്പ് ഉറങ്ങുന്നുണ്ടെങ്കിൽ അതെ. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കുന്ന പേരും എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയാമോ ഗൈസ്? നമ്മളിന്നൊരു അടിപൊളി ചിക്കൻ തന്തൂരി റോളാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് സുഹൃത്തുക്കളെ. ഇത്ര ഇല്ലേലും ഇത്രയെങ്കിലൊക്കെ വരുമായിരിക്കും. നമ്മളിന്ന് വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കണമെന്നൊരു ആഗ്രഹം. ഹെൽത്തി 2 മുട്ട പപ്സ്. അത് മാത്രമല്ല നമുക്ക് ബർഗർ ബർഗർ ക്യാപ്സിക്കം ഹെൽത്തി ആണോ? അല്ലെ. ചിക്കൻ ഹെൽത്തി ആണോ? ഓക്കെ. അതിനകത്ത് ഒലിവിന്റെ പിക്കിള് കാണും, അത് ഹെൽത്തി ആണോ? ഹെൽത്തിയാണ്. പിന്നെ ബർഗർ എന്തുകൊണ്ട് ജങ്ക് ഫുഡ് ആവുന്നു? ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് വരുന്ന ബർഗർ ജങ്ക് ഫുഡ് തന്നെയാണ് ബർഗർ. എന്റെ ഞാൻ മാക്സിമം ബർഗർ കഴിക്കുമ്പോൾ ചീസ് ഓവർലോഡ് ചീസ് വാങ്ങാത്ത രീതിയിൽ. ചീസ് ഭയങ്കര എൻഹാൻസർ ആണ്. നല്ലതാണെന്ന് വെച്ചാൽ അതൊക്കെ ഒരു ടേസ്റ്റ് എൻഹാൻസർ ആണ്. ഇത് 2 ഡ്രസ്സും നമ്മൾ ഓൺലൈൻ വാങ്ങിച്ചാണ്. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഐ വിൽ ടാഗ് ഇറ്റ് പ്രോപ്പർലി. സത്യം പറഞ്ഞാലേ ഞാനിപ്പോ ഓൺലൈൻ വാങ്ങി ഇപ്പൊ സുഡിയെ പോലും വാങ്ങിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഓൺലൈൻ ഭയങ്കര ലാഭമാണ്. അതാണ്ട് ഇതേ 200 സംതിങ്, 250 താഴെ, 200 രൂപ. പക്ഷേ ലുക്കില്ലേ? ചീപ്പ് ലുക്കില്ലേ? നല്ല സ്പൈസി മാങ്ങ വാങ്ങിച്ചിട്ടുണ്ട്. അത് തിന്നോണ്ട് സ്പൈസി ഗ്രീൻ ആപ്പിൾ. മാങ്ങയെന്ന് ചോദിച്ചേട്ടാ കേട്ടോ. ഇത് തിന്നുമ്പോ കാര്യം പറയില്ല. അടിപൊളി ഗൈസ്. സെറ്റ് കാണോ. നെക്സ്റ്റ് വൺ പൈനാപ്പിൾ ഗൈസ്. അതിനുവേണ്ടി നമ്മൾ നല്ല ബ്രസ്റ്റ് പീസ് വാങ്ങിച്ചിട്ടുണ്ട് ചിക്കൻ്റെ. പക്ഷെ ഇതിനകത്ത് കുറച്ച് ബോണുണ്ട്, അതിന് കട്ട് ചെയ്ത് തരണേ മുതലേ. അപ്പോൾ ഈ ഒരു പോർഷൻ ഇത് മൊത്തം തൈസാണ്. ഇത് നമുക്ക് ബർഗറിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ 2 ബർഗറിന് 2 തൈസ്. അപ്പോൾ 2 തൈസും 2 ബ്രസ്റ്റ് പീസും. എൻ്റെ പെണ്ണുമ്പുള്ള ബ്രസ്റ്റ് പീസ് അരിയുന്ന കണ്ടോ? ഈ പീസ് ഉണ്ടല്ലോ, ഇത് കിടിലൻ ടേസ്റ്റാണ്. തവളയുടെ തുട കഴിച്ചിട്ടുണ്ടോ? ഇല്ല, തവള ഇറച്ചി തിന്നിട്ടുണ്ട്, പക്ഷെ തൊടയായിട്ട് തവള ഇറച്ചി എന്തോ ഒരു ടേസ്റ്റാണെന്നറിയോ? തവള എത്ര പേര് കഴിച്ചിട്ടുണ്ട്? തവള കഴിച്ചിട്ടുണ്ട്. പണ്ട് പറയുന്നത് ചുമക്കോ എന്തൊക്കെയോ ആസ്മ എന്തിനൊക്കെയോ നല്ലതാണ്. ഒരു പടം ഓർമ്മയുണ്ട? ഒരു മീൻ പിടിക്കുന്ന പടം, ആസ്മ മാറാമനപുരം ബസ് റൂട്ട്. ഓ, ഇന്നലെ ഇറങ്ങിയ പടത്തിന്റെ പേര് നമുക്ക് ഓർമ്മയില്ല. ആ പടത്തിന്റെ ഒക്കെ പേര് റൊമാലി റൊട്ടി നോക്കിയായിരുന്നു, പക്ഷെ അത് നമുക്ക് കിട്ടിയില്ല. ഗുബൂസ്, നോർമൽ ഗുബൂസ് അല്ല, മറ്റേ തടിയുള്ള ഗുബൂസ് അല്ല, വേറെ ടൈപ്പ് ഗുബൂസ് ഉണ്ടല്ലോ. നമ്മൾ സാധനം കഴിച്ചിട്ടുണ്ട്. ഈ ഒരു ക്യൂബ് കുറച്ചും കൂടി ചെറുതാക്കാം. അതിപ്പോ ഫ്രൈ ചെയ്യുമ്പോൾ ചുരുങ്ങും കേട്ടോ. മൃദുല ഭയങ്കര ശ്രമത്തിലായിരുന്നു അമ്പൂട്ടനെ ഒന്ന് ഉറക്കാൻ വേണ്ടി. പക്ഷേ പാലെടുത്ത് തട്ടി കൊടുത്തേ. എന്ത് ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഇവിടെ എന്ത് ഈ തന്തി തള്ളം ചെയ്തേ? അതാണ് ആലോചിക്കുന്നത്. എന്ത് തള്ളയും തന്തി ചെയ്തു? അച്ഛനടുത്ത് വന്നോ? പക്ഷെ മൈക്ക് പിടിക്കരുത്. എന്താണ് ഇവിടെ ചെയ്തത്? എന്താണ് ഇത്ര നേരം എവിടെ ആയിരുന്നു? ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. നമ്മൾ ഒന്നിച്ചല്ലേ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത്. എന്നിട്ട് അതൊന്ന് എടുത്തു വെക്കാനുള്ള ഒരു മര്യാദ. വന്ന് ഉടനെ കിടന്നുറങ്ങി. ഒരു മര്യാദ കാണിക്കണ്ടേ? അല്ലെങ്കിൽ ഇത്രയും നേരം ജോലി ചെയ്ത് അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും സഹായം വേണോ? അല്ലേ? അതൊക്കെ ഒന്ന് ചോദിക്കാം അല്ലേ? അല്ലെങ്കിൽ ഒന്ന് കിടന്ന സെൽഫിഷ്
നമ്മളതെ ക്യൂബായിട്ട് നമ്മുടെ ചിക്കൻ്റെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സോ നമുക്ക് നേരെ അങ്ങോട്ട് തട്ടി കൊടുക്കാം. റൈസും കൂടി അങ്ങോട്ട് തട്ടി കൊടുക്കാം. ഒന്നിച്ച് നമ്മള് മസാല എല്ലാം സെയിം ആണ്. സോ നമുക്ക് ഐശ്വര്യമായി മഞ്ഞൾ പൊടിയിൽ നിന്നും ആരംഭിക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ചുകൂടെ വേണ്ടേ? നീ പറഞ്ഞ പിന്നെ അപ്പീലില്ല കളെ. ഇതിപ്പോ മഞ്ഞക്കറി അല്ല. അയ്യോ ഇതിച്ചിരി കൂടി പോയല്ലോ. ഞാൻ ഒരു തുള്ളി ഇടാൻ പറഞ്ഞേ. പിന്നെ തുടക്കത്തിലേ പാളിക്കും എന്നെ. തുടക്കത്തിൽ പാളുന്ന നല്ല അവസാനം ഗംഭീരമായിരിക്കും. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ മുളക് പൊടി, നമ്മൾ സ്പൈസി ആയതുകൊണ്ട് സ്പൈസ് വേറെ ആഡ് ചെയ്യുന്നുണ്ട് ഓൾറെഡി. മസാലപ്പൊടി. ഓക്കെ. നമ്മൾ പെരിപ്പെരിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നമ്മളിതേ ഒരു പെരിപ്പെരി സോസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ബ്രാൻഡിന് വേണമെങ്കിലും എടുക്കാം, നോട്ട് കമ്പൽസറി. ഓക്കെ. ഇതങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പെരിപ്പെരിയുടെ ഒരു ഫ്ലേവർ മതി. അയ്യോ കൂടുതൽ എരിയായാലേ സാറിനോട് കൊടുക്കാനുള്ളതാ. കുരു എടുത്തോ. തറയിട്ടാവ എടുക്കും. തറയിടല്ലേ? ഉള്ളിലും കുരു ഉണ്ടോ? അകത്തും കുരുണ്ട്. കുരു പിടിച്ചത് പിന്നെ അതിന് റീപ്രൊഡ്യൂസ് ചെയ്യണ്ടേ? ആ കുരു ഉണ്ടെങ്കിലല്ലേ അതിന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? റീപ്രൊഡ്യൂസ് ബൈ ദ ബൈ നമ്മൾ പുതിയ ഗ്രീക്ക് വിളിക്കല്ലേ? അവ എടുക്കാൻ പറയുന്നുണ്ട്. സോറി ഭയങ്കര സാറ്റിസ്ഫൈങ് അല്ലേ പുതിയ സാധനം എങ്ങനെ എടുക്കുന്നത്? ഇതിനും 60 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ സലാഡുകൾ ഉണ്ടാക്കുക, അതിനകത്തോട്ട് ഇത് വെച്ച് നല്ല വെറൈറ്റി സോസോ അല്ലെങ്കിൽ ഇത് തന്നെ മിക്സ് ചെയ്താലും മതി. പുളിപ്പില്ലാത്തതുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റ്. മാത്രമല്ല നിങ്ങൾ നമ്മുടെ ക്യാപ്സിക്കം റെസിപ്പി ചോദിക്കുമ്പോൾ ഇതാണ് മെയിൻ. അപ്പം ഗ്രീക്ക് യോഗട്ട് മസ്റ്റ് ആയിട്ട് വീട്ടിൽ വാങ്ങും. ഓക്കെ. അപ്പൊ നമ്മൾ ഇത്ര ആഡ് ചെയ്യണ്ട, ഇത്രയും ഗ്രീക്ക് യോഗട്ടെ. ഓക്കെ. കുറച്ച് കുരുമുളക് പൊടി, നമ്മൾ ആൾറെഡി ഏരിയ ഉണ്ട് ഗൈസ്. റോസ്മേരി നല്ലതാണ് ഹെയറിന്, സ്കിന്നിന്. നമ്മള് കുറച്ച് കഴിവുണ്ടേ, കഴുകിയാണ് അവർ പാക്ക് ചെയ്യുന്ന പ്രശ്നമില്ല. റോസ്മേരി ഇട്ടിട്ടുണ്ട്. ഈ ഒരു പൂ ചോദിച്ചപ്പോ ഞാൻ ഒരു പൂക്കാരൻ തന്നില്ല. അതെ, റോസ്മേരി മിക്സ് വെൽ ഗൈസ്. ആരും മണം വരുന്നില്ലേ? അല്ല ഞാൻ തള്ളുവല്ല, നല്ല ആ റോസ്മേരിയുടെയും നമ്മൾ പെരിപ്പെരിയുടെ സോസിന്റെ മണം രാത്രി നമ്മൾ ഓവർനൈറ്റ് വെക്കണം, എന്നാലും നമ്മൾ ആ സാധനത്തിന്റെ നല്ലൊരു ഇത് കിട്ടുന്നു. ഞാൻ ഇപ്പഴും എടുക്കൂല, ഭയങ്കര ബിസിയാണ്. തേച്ച് പിടിപ്പിട്ടുണ്ടല്ലോ കൂടെ അവിടുന്ന്. ചിക്കൻ്റെ നല്ല മാരിനേറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ ഇത് ഫ്രീസറിലോട്ട് സത്യം നമ്മളൊരു 1/2 മണിക്കൂർ മാക്സിമം വെക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഒരു സാധനം മറന്നു കേട്ടാ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. നേരെ ഇതൊക്കെ അബദ്ധങ്ങളാണ്. ഇതൊക്കെ എന്ത് കഷ്ടമാണ്. പറ്റും അടുക്കളയിൽ അബദ്ധങ്ങൾ എത്ര അറിയാമെങ്കിലും എത്ര ഷെഫിനും പറ്റും. ആണോ? അപ്പം കുഴപ്പമില്ല. ബർഗറിനുള്ള സാധനം ഇങ്ങനെ വിരിക്കുക. ഓക്കെ. ഇതിലും ബർഗറിനുള്ള സാധനം ഇങ്ങനെ അങ്ങോട്ട് വിരിക്കുക. നമ്മുടെ റോളിനുള്ള സാധനം ഇങ്ങനെ വിരിച്ചിടുക. മണ്ടേല വെക്കാം. ഇത് കുക്ക് ചെയ്യാൻ വലിയ ടൈം ഒന്നുമില്ല, പടപട കുക്കാവും. ഓക്കെ. ഇത് വേണമെങ്കിൽ എയർ ഫ്രയർ ഇല്ലാന്നുണ്ടെങ്കിൽ പാൻ ഫ്രൈ ആയാലും മതി. ഓക്കെ. മേളിലോട്ട് സെറ്റ് 185 ടെമ്പറേച്ചർ ഹീറ്റില്. പക്ഷെ 40 മിനിറ്റ് വേണ്ട. ഞാൻ പറയുന്നത് ഇതിൽ ബോണൊന്നുമില്ല. അപ്പൊ നമുക്കൊരു 20-25 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. ഇനി സാധനം അവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ ഗൈസ്. ഇത് മാത്രം ഇതൊക്കെ കേൾക്കാനേ ഉള്ളൂ ഭയങ്കര പാട്. ഇതൊക്കെ വെക്കാൻ ഭയങ്കര സിമ്പിളാ. ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ആപ്പിൾ മാറ്റിക്കോ. ആപ്പിൾ ഇത്ര നേരം തറ വെച്ച് ഉരുട്ടിക്കൊണ്ട് നടക്കുമായിരുന്നു. ആരേലും നീ അല്ലാതെ അവന് ആപ്പിൾ കൂടി അവൻ കടിച്ച് തിന്നുന്നുണ്ടോ? ഞാൻ കൊടുത്തതാ. പല്ലില്ല കടിക്കാൻ, ഞാൻ കൊടുത്തതാ. നക്കുമല്ലോന്ന് ഉറങ്ങി എഴുന്നേറ്റ് മൂടൊക്കെ ഓക്കെ ആയി 1/2 ആപ്പിളും തിന്ന് ഇനി അലപ്പം ബഹളമായിരിക്കും. സഹിച്ചോണ ഇവിടെ നടക്കടാമ്പോ എന്നെ ആരോ ചോദിച്ചേ അങ്ങോട്ട് നടക്കുവോന്നേ. ഞാൻ പറഞ്ഞു അവന് ഒറ്റയ്ക്ക് നടക്കാൻ പേടിയാ. കട്ടിലിൽ കൂടെ പോയി സ്റ്റെപ്പൊക്കെ എടുത്ത് വെക്കും, പക്ഷെ തറയെ വെക്കൂല, പേടിയാ. പിടിച്ചാ നടക്കുവോന്നേ, പിടിച്ചാ പറക്കും, ഓടും, പക്ഷെ നടക്കാണ്ട് നോക്കിക്കോണേ. വിട്ട ഇതേപോലെ സേഫ് ഗെയിമാ.
ഇത് പുതിയതാട്ടോ, ഈ തലയിട്ടാട്ടിയുള്ള പരിപാടിയേ. ഗൈസ്, ഇപ്പൊ നമ്മുടെ ചിക്കൻ്റെ ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. മസാല അടിപൊളി. ഓക്കെ, ലുക്ക് അറ്റ് ദാറ്റ്. ചിക്കനാണ് ഇവിടെ വേവിക്കുന്നതെന്ന് ആശാന് മനസ്സിലായി. ഷെഫ് വന്ന് ഇരുന്നിട്ടുണ്ട്. നമ്മളെ സംഭവങ്ങളെല്ലാം ഇങ്ങനെ ഇരുന്ന് ഇല്ല കഞ്ഞിയും കറി കളിക്കുന്നത് പോലെ ഇങ്ങനെ ചെയ്യണം. അമ്പൂടിന് ഇവിടെ ഒരു ചിക്കൻ കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഹോട്ടലിൽ പോയാൽ അവൻ താനെ കഴിക്കും. വലിയ ഇറക്കനായി പോയി. വൈദ്യുതി ആദ്യം നമുക്ക് നമ്മളെ റോളിനുള്ള പരിപാടിയാണ് ഗൈസ്. റോള് നമുക്ക് വലിയ റൊമാല റൊട്ടി കിട്ടിയില്ല, ഇല്ലായിരുന്നെ നമ്മള് പൊളിച്ചേനെ. സോ മൃദുലയാണ് എനിക്ക് റാപ്പ് ചെയ്ത് തരാൻ വേണ്ടിട്ട്. വെച്ചാ മതി, ഞാൻ റാപ്പ് ചെയ്യാം. ഇത് പെരിപ്പെരിയാണ്, പെരിപ്പെരിയുടെ സോസാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പെരിപ്പെരി എടുക്കുക. നമ്മൾ ആദ്യം ഇങ്ങനെ അങ്ങോട്ട് വെച്ചതിന് ശേഷം നല്ലോണം ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ തേച്ചങ്ങ് പിടിപ്പിക്കുക. അപ്പോൾ നമ്മൾ 5 ഗുബൂസും വെക്കുകയാണ് കേട്ടോ. ഓക്കെ, ബൈ ദ ബൈ, ഇത് എത്ര കലോറി എന്നൊന്നും ചോദിക്കരുത്. നല്ല രസം ഇങ്ങനെ ചെയ്യാനൊക്കെ ഇരുന്നിട്ടൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം നമ്മുടെ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. സോ കളർഫുൾ ആയതുകൊണ്ട് നമ്മൾ ചുമന്ന ക്യാപ്സിക്കം, നമ്മൾ ഒരു കേസ് നമ്മൾ എത്രത്തോളം മീറ്റ് കഴിക്കുന്നോ അതിനനുസരിച്ച് നമ്മൾ വെജിറ്റബിൾസ് കൂടി ബാലൻസ് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മൾ ആ മീൽ ഒന്ന് ബാലൻസ് ആവത്തുള്ളൂ. പ്രോട്ടീൻ പ്ലസ് ഫൈബർ എല്ലാം വേണം നമുക്ക്, എല്ലാം അത്യാവശ്യമാണ്. ചോപ്പും യെല്ലോയും ഗ്രീനും ഇടും ഓരോന്നിലും. എല്ലാം നീ പറഞ്ഞ പെണ്ണുപിള്ള പറഞ്ഞ പിന്നെ അപ്പില്ല. കാണാൻ ഒരു കളർഫുൾ ഉണ്ടല്ലേ ഇതിനകത്ത്. ചോപ്പില്ല. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ടൊമാറ്റോ ഒരെണ്ണത്തിൽ 3 എണ്ണം വെച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഓവർ ഇതായിപ്പോ. സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ നെക്സ്റ്റ് വൺ ചിക്കൻ. ഇങ്ങനെ അങ്ങോട്ട് ഇടുക. നമ്മുടെ ക്യാപ്സിക്കം ചട്നി ഓരോ സ്പൂൺ മുകളിലോട്ട്. ഇത് ഒരുപാട് വേണ്ട നമുക്ക്, കാരണം ഒരുപാട് സ്പൈസി ആയിപ്പോകും കേട്ടോ. ഇത് കണ്ടോ, ഇത് നമ്മളെ മുളക് ഉപ്പിലിട്ടത്. ഇത് നമ്മളെ ബർഗറിലൊക്കെ വെക്കുന്ന സാധനമാണ്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഒരു ഉപ്പിലിട്ട ഫ്ലേവർ കിട്ടും. ഒരു ഉപ്പും പുളിയും എരിയും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഒലിവും ഒരു 2 എണ്ണം, ഒരെണ്ണം മതി ഒലിവ്. പിന്നെ അരിയണ്ട ഇങ്ങനെ വെച്ചാൽ മതി. ഇതും കൂടി ഇടുമ്പോഴേ ആ ഒരു കളർഫുൾ ആവുള്ളൂ. അയിനോ ഞാനല്ലേ ഉണ്ടാക്കുന്നത്. നല്ല കളർഫുൾ ആയിട്ടുണ്ട്. എന്റെ മേളിലോട്ട് നമ്മളിങ്ങനെ കഞ്ഞിയും കറിയും വെച്ച് കളിക്കുന്ന ഒരു ഫീല്. ഇനി എന്റെ റോള് കഴിഞ്ഞ് ഇനി ഞാൻ ഇതെന്റെ പെണ്ണുമ്പുള്ള ഏൽപ്പിക്കുകയാണ്. റോള് ചെയ്യാം പാടുള്ള പരിപാടി. ഇത് പറ്റത്തില്ല. എനിക്ക് കൈവാക്കി അങ്ങോട്ട് മാറിയിരി. ഒക്കാത്ത വഴി ഒക്കുമെന്ന് പറഞ്ഞേക്കുവാ. നമുക്ക് റോൾ ചെയ്തില്ലെങ്കിൽ ഓരോന്ന് കഴിയാം. എന്ത് ചെയ്യാനാ? അങ്ങനല്ല, റോൾ ചെയ്യണം. എന്താണെന്നറിയോ, കുറച്ചുകൂടെ കേറ്റാം. ഓരോന്നും കുറച്ചുകൂടെ കേറ്റുമ്പോ റോൾ ചെയ്യാൻ പറ്റും. റോളേ. ഓ പോരട്ടെ, നിങ്ങളിത് കാണുക സുഹൃത്തുക്കളെ. പട്ടിയാ നമ്മള് രണ്ടുപേരും ഇപ്പൊ സെറ്റ് ആയേട്ടോ. ഞാൻ വെച്ചിട്ട് പറഞ്ഞോ? വെച്ചിട്ട് വന്നാ സെറ്റ് ആയിരിക്കും. എന്റെ റോള് സെറ്റായി, ഇവിടെ സെറ്റായി, ഏട്ടന്റെ സെറ്റായില്ല. അപ്പൊ അങ്ങോട്ട് മാറി. പൊത്തിന്ന് ചാടുന്നില്ലെന്ന് നമുക്ക് കുത്തി അങ്ങോട്ട് കേട്ടാ. ബർഗറും കൂടെ ഉണ്ടാക്കിയിരുന്ന് നമുക്ക് ബർഗർ മൃദുലാണ് ഉണ്ടാക്കുന്നത്. നീ ഉണ്ടാക്കുന്നുണ്ടോ? ഇത് വെക്കുക, അരിയ നടുക്ക് എന്തെങ്കിലുമൊക്കെ നീ കാട്ടി കൂട്ടി വെക്കുക. ഞാൻ കഞ്ഞിയും കറിയും കളിച്ച് ഇനി നിനക്ക് വെക്കാനുള്ള ചാൻസാ. ഓക്കെ, ഫസ്റ്റ് നമ്മളിത് ബണ്ണ് ഇങ്ങനെ നടുക്കുന്ന അങ്ങോട്ട് കീറുക. ഇത് ബൺമസ്ക അല്ല, അതിന്റെ ഓർമ്മ വരും. കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഓക്കെ, നമ്മൾ ആദ്യം എന്ത് വെക്കുന്നു? പെരിപ്പെരി സോസ്. ഇത് സാധനം കണ്ടോ, വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കുന്ന കണ്ടോ. ഇതെടുത്ത് കടിക്കുമ്പോഴേക്കും അല്ലല്ല, ഇത് കടിക്കാൻ സ്റ്റൈലുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ കിടത്തി തന്നെ മൂത്തെടുക്കാൻ പറ്റൂല, മൂത്തെടുക്കരുത്. റെഡും യെല്ലോയും എല്ലാം വേണം. നിന്റെ ജയിന്റ് ഒക്കെ അടുത്ത നമ്മുടെ മെയിൻ ഐറ്റം ചിക്കൻ.
എടി ഇത് ബണ്ണും കഴിഞ്ഞിരിക്കുവാണല്ലോ മൃദുലേ. ഞാൻ പറഞ്ഞു സൈഡ് ഒന്ന് കട്ട് ചെയ്ത് റൗണ്ട് ആക്കാം, നേട്ടം കേട്ടില്ല. അപ്പൊ 2 എണ്ണത്തിൽ നമ്മള് ചിക്കൻ വെച്ചു. ഈ അമ്പൂട്ട ഇവിടെ വന്നിരുന്ന് അലക്കുന്നോണ്ട് എന്റെ കോൺസെൻട്രേഷൻ ഒക്കെ പോവാം. അത് കഴിഞ്ഞ് നമ്മൾ അതിന്റെ മുകളിൽ കുറച്ച് പെരിപ്പരിയും കൂടി വെച്ച് ലുക്ക് അറ്റ് ദാറ്റ് ഗൈസ് കളർ. ഇനി ഇതിന്റെ മണ്ടയിലോട്ട് ലെറ്റ്യൂസ് വെച്ച് കമത്തുക. ഗൈസ് നമുക്ക് വേണമെങ്കിൽ ചീസൊക്കെ ആഡ് ചെയ്യാം, ചീസിന്റെ സ്ലൈസ്. പക്ഷെ അത് കുറച്ചും ടേസ്റ്റ് എൻഹാൻസ് ചെയ്യും. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഞാൻ ബർഗർ ഫാനായി. നമ്മുടെ ഫില്ലിങ്സ് നോക്ക് ഗൈസ്, ലുക്ക് അറ്റ് ദാറ്റ് ഗൈസ്. നമ്മുടെ ഫില്ലിങ്സ് അടിപൊളി ഫില്ലിങ്സ്. ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ബിസിനസ് തുടങ്ങിയാലോ? സീരിയസ് ആയിട്ട് ഞാൻ അങ്ങനെ പറയല്ല. നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആവറേജ് എന്ന് പറയും ചിലപ്പം ടോപ്പ് നോച്ച് സാധനം. ഇതൊക്കെ ഇടണം കേട്ടോ, ഇതിന്റെയൊക്കെ ടേസ്റ്റ് വേണം. അതിന്റെ ടേസ്റ്റ് ഉണ്ട്, അതിന്റെ ടേസ്റ്റ് വേണം. അതിന്റെ ടേസ്റ്റ് നമ്മൾ ചിക്കനും ആ ഇലയും ഇതെല്ലാമായിട്ട് വരുമ്പോ അടിപൊളി അടിപൊളി അടിപൊളി. ഓ നമ്മളെ ഇതിനകത്ത് 2 ഫ്രഞ്ച് ഫ്രൈസ് കൂടെ വെച്ചാ പിന്നെ പറയണ്ട. ഇനി അടുത്ത കടിയായിരിക്കും കുറച്ച് കറക്റ്റ് നല്ല സെറ്റ്. നമുക്ക് ഇരുമ്പ് വെച്ച് കട്ട് ചെയ്തെടുത്താലോ? കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് സെന്റർ പോർഷൻ ആയിട്ട് പീസ് 150. ഓ 150. എടേ 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 കഴിക്കൂല. ഇതാണോ ബർഗർ ആണോ നല്ലത്? ബർഗർ ആ ബണ്ണിന്റെ ടേസ്റ്റും കൂടെ വരുന്നുണ്ട്. കാരണം ഇത് കുബൂസാ, എല്ലാവർക്കും ഒന്നും കുബൂസ് ഇഷ്ടപ്പെടത്തില്ല. അല്ല റൊമാലി റൊട്ടി ഇത് സൂപ്പർ സാധനം. പക്ഷെ കമ്പയർ ചെയ്യുമ്പോ എനിക്ക് ബർഗർ ഇഷ്ടപ്പെട്ടു. ഈ ടൈസിന്റെ ടേസ്റ്റ് വേറെയാ. അതാണ്. അയ്യോ അതാണ് മൃദുല ടേസ്റ്റ് ചെയ്യൂ. ഓക്കേ ഈ ഗുബൂസ് ഇച്ചി കട്ടിയുണ്ട് കേട്ടോ. നമുക്ക് റൊമാലി ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ സെറ്റായിരുന്നു. ഗുബൂസിന്റെ ഫ്ലേവറും കഴിഞ്ഞിട്ട് നമ്മൾ ഈ സാധനം വരുമ്പോൾ ടൈം എടുക്കുക. അത് വെച്ചാൽ ഗുബൂസിന് കട്ടിയുള്ളതുകൊണ്ട് കുറച്ചുകൂടി ഒന്ന് ഹെവി ആവും. നമ്മുടെ റെസിപ്പി ഒക്കെ കണ്ടല്ലോ, മസ്റ്റ് ആയിട്ട് മൃദുലേ ട്രൈ ചെയ്യണ്ടേ? റൊമാലിനാണെങ്കിൽ നിങ്ങൾ പിന്നെ ഷവർമ കടയിൽ നിന്ന് കഴിക്കത്തില്ല. അതാ സൂപ്പറാണ്. എങ്ങനെയുണ്ട്? വെള്ള ഉടുപ്പ് മൊത്തം അഴുക്കാക്കി നീ. എന്റെ വെള്ളം അഴുക്കാക്കി. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്, ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതിലുള്ള കാണുന്നവരേ ബൈ. ഒന്നുകൂടി